Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ മംഗല്യം പദ്ധതിയിലൂടെ 10 യുവതികൾ കൂടി സുമംഗലികളായി. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2013 ക്ഷേത്ര ട്രസ്റ്റ് തുടക്കം കുറിച്ച മംഗല്യം വിവാഹ പദ്ധതിയിലൂടെ 131 പേരുടെ മംഗല്യ സ്വപ്നങ്ങളാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. രാവിലെ ശ്രീ പാർവതി ദേവിയുടെ നടയിൽ താലി ചാർത്തൽ ചടങ്ങിന് മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം നൽകി. स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे ഒരു വധുവിന് 3,75,000 രൂപ ചെലവിലാണ് സ്വർണ്ണാഭരണങ്ങൾ, വിവാഹ വസ്ത്രങ്ങൾ, മറ്റു ചിലവുകൾ നടത്തിയത്. തിരുവാതിര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിയമത്തിന്റെ പുസ്തകം എടുത്തുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് ശരി. നിയമം ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? എല്ലാവർക്കും നിയമ പരിരക്ഷയുണ്ട്. നിയമങ്ങൾ നമുക്ക് അത് നിയമം എടുക്കേണ്ടത് അവസാന ഘട്ടത്തിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. പരസ്പര വിശ്വാസവും പരസ്പര സഹകരണമാണ് ഒരു കുടുംബജീവിതത്തിൽ ചെയ്യുന്നത്. നല്ല ശതമാനം ആളുകളും കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. അപ്പൊ അവിടെ റോൾ മോഡലാക്കിയെടുക്കേണ്ടത് വിവാഹം കഴിച്ച് 50-ാം വാർഷികം, 60-ാം വാർഷികം, 40-ാം വാർഷികം ഒക്കെ ആഘോഷിക്കുന്ന ഒത്തിരി കാരണന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയാണ് റോൾ മോഡൽ. അവര് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ചട്ടിയും കലാമം തട്ടിയും മുട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞതുപോലെ പല വിട്ടുവീഴ്ച. ഇപ്പൊ നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുമ്പോൾ പല വിട്ടുവീഴ്ച. ഞാനും വിട്ടുവീഴ്ച, എന്റെ ഭാര്യ വിട്ടുവീഴ്ച, അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ കലാമം വിട്ടുവീഴ്ച പറ്റുള്ളൂ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകണം. ജനപ്രതിനിധികൾ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇതുൾപ്പെടെ 131 യുവതികളുടെ മംഗല്യം നടത്തിക്കൊടുക്കുവാൻ ക്ഷേത്ര ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട് എന്നത് ട്രസ്റ്റിന് ചാരിതാർത്ഥ്യത്തോടെ സ്മരിക്കുന്നു. സാമ്പത്തികമില്ലായ്മ എന്ന കാരണം കൊണ്ട് നിരവധി പേരാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹം നടക്കാതെ ഇരിക്കുന്നത്. അവർക്ക് ക്ഷേത്ര ട്രസ്റ്റിനാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്ന് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ ഇന്നു മുതൽ ഇത് തുടക്കം കുറിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭമാണ് വിവാഹം എന്നത്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് നാം എവിടേക്ക് തിരിയണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽ ഇത്തരം സംഘടനകളും വ്യക്തികളും
ചാരിറ്റബിൾ പ്രവർത്തന രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അവരുടെ എല്ലാം സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഈ പ്രവർത്തനമാണ് സത്യം പറഞ്ഞാൽ ഇത്തരം ആളുകളുടെ വിഷമതകൾ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. വളരെ സന്തോഷം. കഴിഞ്ഞ വർഷവും ഞങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്തതാണ്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ, നേരത്തെ എന്നെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു കേവലം ഭക്തിയുടെ മാർഗവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലവും മാത്രമല്ല. അത് മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഇടമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ദൈവികമായ ചൈതന്യം നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. പാർവതി ഹിമവാന്റെ പുത്രിയാണ്, ഹിമവാന്റെ പുത്രിയാണ്. പാർവതിയുടെ വിവാഹത്തിൽ ശിവൻ വരനായിട്ട് വരുമ്പോൾ ശിവൻ ജടാധാരിയായിരുന്നു, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല. ശിവന്റെ കൂടെയുള്ള മനുഷ്യരെല്ലാം പ്രാകൃതരായ ഭാഷ സംസാരിക്കുന്ന പ്രാകൃതരായ മനുഷ്യരായിരുന്നു. പാർവതി അതിസുന്ദരിയായി ഹിമവാന്റെ പുത്രിയായി നിൽക്കുമ്പോൾ രാജകുമാരിയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശിവന്റെ രൂപം കണ്ട് എല്ലാവരും, സദസ്സിലെല്ലാവരും വളരെയധികം വേദനിച്ചു. വിവാഹം കഴിഞ്ഞാൽ നമുക്കറിയാം നിസ്സാര സാമ്പത്തികമൊന്നും പോരാ. അതിലേക്ക് നമ്മുടെ 3 കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അവരെ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിയ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.